ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ട്രെയിൻ റൂട്ടുകളിൽ ഒന്നാണ് നീലഗിരി മൗണ്ടൻ റെയിൽവേ. മേട്ടുപ്പാളയം മുതൽ ഊട്ടി വരെ നീലഗിരി കുന്നുകളുടെ സൗന്ദര്യം ആസ്വദിച്ചിട്ടുള്ള ഒരു യാത്ര. ഇന്ത്യയിലെ ഏറ്റവും വേഗത കുറഞ്ഞ ട്രെയിൻ നീലഗിരി മലനിരകളിലൂടെ മേട്ടുപ്പാളയത്തിൽ നിന്നും ഊട്ടിയിലേക്ക് പോകുന്ന ടോയ് ട്രെയിൻ അല്ലെങ്കിൽ നീലഗിരി മൗണ്ടൻ റെയിൽവേ. ഈ ഒരു ട്രെയിനാണ് 46 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ 5 മണിക്കൂർ എടുക്കുന്ന ഈ ഒരു സർവീസ്. വനങ്ങളിലൂടെയും വെള്ളച്ചാട്ടങ്ങളിലൂടെയും 16 തുരങ്കങ്ങൾ പിന്നിട്ട് 250 പാലങ്ങൾ കടന്ന് 208 കുത്തനെയുള്ള വളവുകൾ ഇതെല്ലാം കടന്ന് ഈ ഒരു ട്രെയിൻ മലനിരകളിലൂടെ മുന്നോട്ട് വളരെ ഹൈറ്റിലേക്ക് കയറിപ്പോകുന്നു. യുനെസ്കോയുടെ പൈതൃക സ്ഥലങ്ങളിലൊന്നായ നീലഗിരി മൗണ്ടൻസ് ഊട്ടിയിൽ, അതായത് ഊട്ടിയിലേക്ക് യാത്ര ചെയ്യാനായിട്ടാണ് ഈ ഒരു യാത്രാമാർഗം. തമിഴ്നാട്ടിൽ കോയമ്പത്തൂരിൽ നിന്നും 35 കിലോമീറ്റർ മാറി മേട്ടുപ്പാളയത്ത് നിന്നാണ് ട്രെയിനിൽ കയറേണ്ടത്. എല്ലാ ദിവസവും രാവിലെ 7:10 ഉദകമണ്ഡലത്തിലേക്ക്, അതായത് ഊട്ടിയുടെ മറ്റൊരു പേരാണ്, പഴയ പേരാണ് ഉദകമണ്ഡലം. അപ്പോൾ ഊട്ടിയിലെത്തുന്ന ഈ ഒരു ട്രെയിൻ രാവിലെ 7:10 പുറപ്പെടുക. 4 മണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ 4 മണിക്കൂർ 45 മിനിറ്റ് കൊണ്ട് യാത്ര ചെയ്ത് 11:55 തന്നെ ട്രെയിൻ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നു. ഒരുപാട് പ്രത്യേകതകൾ ഉള്ളൊരു റൂട്ടാണിത്. നീരാവി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ട്രെയിൻ പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിലെ ഏക റാക്ക് റെയിൽവേയായ ഇത് മേട്ടുപ്പാളയത്തിനും കൂനൂരിനും ഇടയിലുള്ള പാതയിൽ കുത്തനെയുള്ള ചെരിവുകൾ കയറാൻ ABT റാക്ക് ആൻഡ് പിനിയൻ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. നീലഗിരി ജില്ലയിലെ ഈ മീറ്റർ ഗേജ് റെയിൽവേ 1908 ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ്. ഇനി ഇതിൻ്റെ സവിശേഷതകളിലേക്ക് പോവുകയാണെങ്കിൽ ആകെ ദൂരം പിന്നിടുന്നത് വെറും 46 കിലോമീറ്ററുകളാണ്. സ്റ്റേഷനുകളുടെ എണ്ണമാവട്ടെ 10. ഇതിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ABT സിസ്റ്റം എന്ന് പറയുന്ന റാക്ക് ആൻഡ് പിനിയം സിസ്റ്റമാണ് യഥാർത്ഥത്തിൽ ട്രെയിനിൻ്റെ സാങ്കേതികത. ഉയർന്ന ഭാഗത്തേക്ക് ഈ ട്രെയിനിനെ ഉന്തിക്കൊണ്ട് പോകുന്ന സിസ്റ്റമാണ് റാക്ക് ആൻഡ് പിനിയൻ സിസ്റ്റം. ഇത് ABT എന്നും ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നു. ഇതിൽ തന്നെ 19.50 കിലോമീറ്ററുകളും ഈ തരത്തിലുള്ള ഏരിയയാണ്. വളവുകളുടെ എണ്ണമാണെങ്കിൽ 209. അതായത് നേരെ പോകുമ്പോൾ വളവുകൾ അല്ലെങ്കിൽ കൃത്യമായും വളവുകൾ എന്ന് പറയാവുന്ന എണ്ണം 209 പറയാം. തുരങ്കങ്ങളിലൂടെ കടന്നു പോകുന്നു, അതും 16 തുരങ്കങ്ങൾ. പാലങ്ങളാണെങ്കിൽ 250 പാലങ്ങൾ. അപ്പോൾ ഈ 46 കിലോമീറ്ററിൽ 250 പാലങ്ങൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ മിക്കവാറും കടന്നു പോകുന്നത് എല്ലാം പാലങ്ങളിലൂടെ തന്നെയായിരിക്കും യാത്രാപഥം മുഴുവനായി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും നിങ്ങൾക്ക് യാത്ര ചെയ്യാനും വിവിധങ്ങളായ എക്സ്പീരിയൻസുകൾ നേടാനും പറ്റിയ ഒരു അതിമനോഹര പാത തന്നെയാണ് ഈ ഒരു ട്രെയിൻ റൂട്ടെന്ന് നമുക്ക് പറയാം. അത്യാവശ്യം ലഘുഭക്ഷണം കയ്യിൽ കരുതുന്നത് വളരെ നല്ലതായിരിക്കും. കൂടാതെ യാത്രക്കിടയിൽ ഹിൽ ഗ്രോവ് എന്ന സ്റ്റേഷനിൽ യാത്രക്കാർക്ക് ലഘുഭക്ഷണം ലഭിക്കുന്ന ഒരു സ്ഥലവും കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വേണ്ടവർക്കൊക്കെ അവിടെ നിന്ന് നമുക്ക് ഭക്ഷണം സംഘടിപ്പിക്കാനും പറ്റും. പിന്നെ നീരാവി ഉപയോഗിച്ച് ഓടുന്ന ഒരു ലോക്കോമോട്ടീവ് ആയതുകൊണ്ട് തന്നെ ഹിൽഗ്രാവ്, അതേപോലെ തന്നെ റണ്ണിമീട് തുടങ്ങിയ സ്റ്റേഷനുകളിൽ വെള്ളം നിറക്കാൻ വേണ്ടിയിട്ട് വാട്ടർ സ്റ്റോപ്പുകളാണ്. കൂനൂർ എത്തുന്നത് വരെയുള്ള എല്ലാ സ്റ്റേഷനിലും ട്രെയിൻ നിർത്തുന്നതിനാൽ യാത്രക്കാർക്ക് ഇറങ്ങി ഫോട്ടോസ് എടുക്കാനും പറ്റും. അപ്പോൾ 10 സ്റ്റേഷനുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഈ 10 സ്റ്റേഷനിലും ട്രെയിൻ അല്പസമയം നിർത്തിയാണ് പോവുക. അപ്പോൾ അത് ഏകദേശം 5 മിനിറ്റ് എടുക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് ഓരോ സെൻറ്ററുകളിലും ഫോട്ടോ എടുത്ത് മുന്നോട്ട് പോകാനും പറ്റും. ഇനി ഇതിലെങ്ങനെ പോകാമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 2 മാസം മുന്നേ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടതുണ്ട്. മേട്ടുപ്പാളയത്ത് നിന്ന് ഉദകമണ്ഡലം വരെയുള്ള ട്രെയിനാണ് 56-136. ഇതിൽ സെക്കൻഡ് സിറ്റിങ്സ് 295 ഫസ്റ്റ് ക്ലാസ് സിറ്റിങ്സ് 600 പേർക്കുമാണ് ഉള്ളത്. യാത്ര ചെയ്യുന്ന തലേ ദിവസം എടുക്കാവുന്ന തൽക്കാൽ സൗകര്യം ഉണ്ട് കേട്ടോ. ഒന്ന് നന്നായി മനസ്സിലാക്കി വെക്കേണ്ടത് ഇതിൻ്റെ ഒരു ടിക്കറ്റിങ്ങിന് അല്ലെങ്കിൽ ടിക്കറ്റ് ലഭ്യത ഉറപ്പുവരുത്താൻ നല്ലതാണ്. ഈ യാത്രയുടെ തലേ ദിവസം രാവിലെ 11 മണിക്ക് എടുക്കാവുന്ന തൽക്കാൽ സൗകര്യം ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ മിക്കവാറും അത് ലഭ്യമല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന കാര്യം. എന്തായാലും സെക്കൻഡ് സിറ്റിങ് 310 രൂപയാണ് കേട്ടോ. 310 310 രൂപയാണ്. അത് 14 സീറ്റുകൾ മാത്രമാണ് ഈ ഒരു
തൽക്കാലിൽ നമുക്ക് എടുക്കാനായിട്ട് കഴിയുക. ഫസ്റ്റ് ക്ലാസ്സിന് തൽക്കാൽ ഇല്ല, ഫസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് തൽക്കാൽ അവൈലബിൾ അല്ല. ഇനി ഓൺലൈൻ ടിക്കറ്റ് അല്ലാതെ അവിടെ പോയി ജനറൽ ടിക്കറ്റ് എടുത്ത് പോകാനുള്ള സൗകര്യമുണ്ടെന്ന് നമുക്ക്. ട്രെയിൻ പുറപ്പെടുന്നതിൻ്റെ രാവിലെ 3 മണി മുതൽ ക്യൂ നിന്ന് ടോക്കൺ പ്രകാരം ടിക്കറ്റ് എടുക്കാവുന്നതാണ്. പരിമിതമായ ടിക്കറ്റ് മാത്രമേ ഉണ്ടാകൂ, അതായത് 28 മുതൽ 40 വരെയുള്ള കണക്കിൽ. അതിനാൽ തന്നെ കൂടുതൽ പേർക്കും ടിക്കറ്റ് കിട്ടാതെ തിരിച്ചു പോരേണ്ടിയും വരും. പലരും മേട്ടുപ്പാളയത്ത് തലേ ദിവസം വന്ന് താമസിക്കുന്ന ആളുകളുണ്ട് ഈ ഒരു ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ. അതുകൊണ്ട് ടിക്കറ്റ് മുൻകൂട്ടി നേരത്തെ ബുക്ക് ചെയ്യുന്നതാണ് ബുദ്ധി. മേട്ടുപ്പാളയത്ത് രാവിലെ വരാൻ കോയമ്പത്തൂർ ഭാഗത്തു നിന്നും ചെന്നൈയിൽ നിന്നും വരുന്ന നീലഗിരി എക്സ്പ്രസ് കിട്ടുന്നതാണ്. മേട്ടുപ്പാളയത്തു നിന്നും കയറുമ്പോൾ ഇടതുവശം ചേർന്നാണ് കൂടുതൽ കാഴ്ചകൾ ഉണ്ടാവുക. ശ്രദ്ധിക്കുക, പലപ്പോഴും നമുക്ക് ട്രെയിൻ മാർഗം യാത്ര ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു യാത്രാ മാർഗത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വാഹനം ഉപയോഗിക്കുകയാണെങ്കിലും എപ്പോഴും നമുക്ക് കാഴ്ചകൾ ഏത് ഭാഗത്താണെന്ന് മുൻകൂട്ടി ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്. എന്നിട്ട് ആ ഒരു ഭാഗത്തേക്ക് ഇരിക്കുന്നതായിരിക്കും നമുക്ക് കൂടുതൽ കാഴ്ച കാണാൻ എളുപ്പമാകുക. മിക്കവാറും അല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം വീഡിയോ എടുക്കുന്നവർക്കും ഫോട്ടോ എടുക്കുന്നവർക്കൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കാം അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിൽ ഇവിടെ നിങ്ങൾക്ക് ഇടതുവശം ചേർന്നിരിക്കുന്നതാണ് മേട്ടുപ്പാളയത്ത് നിന്ന് വരുമ്പോൾ സൗകര്യപ്രദമാവുക. എന്തായാലും മേട്ടുപ്പാളയം മുതൽ കൂനൂർ വരെ നീരാവി എഞ്ചിനും കൂനൂർ മുതൽ ഊട്ടി വരെ ഡീസൽ എഞ്ചിനുമായിരിക്കും ഇവിടെ ട്രെയിനിനെ നയിക്കുന്നത്. ഇനി ഇതിൽ ടിക്കറ്റ് കിട്ടാത്തവർക്ക് ഊട്ടി മുതൽ കൂനൂർ വരെയുള്ള സർവീസുകളിൽ എളുപ്പത്തിൽ ടിക്കറ്റ് കിട്ടുന്നതുമായിരിക്കും. അപ്പോൾ പ്രകൃതി ഭംഗി നിറഞ്ഞ ആ ഒരു ഏരിയ ഒക്കെ കാണണമെങ്കിൽ മേട്ടുപ്പാളയത്ത് നിന്ന് തന്നെ കയറുന്നതാണ് ബുദ്ധി. ഇന്ത്യയിലെ മലയോര തീവണ്ടി പാതകളിൽ ഏറ്റവും പഴക്കമേറിയ ഒന്നാണ് ഊട്ടിയിലേക്കുള്ള ട്രെയിൻ സർവീസായ നീലഗിരി മൗണ്ടൻ റെയിൽവേ. 1854 കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരാണ് ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. പിന്നീട് 2005 ജൂലൈയിൽ യുനെസ്കോ നീലഗിരി മലയോര തീവണ്ടിപ്പാത ലോക പൈതൃക സ്മാരക പട്ടികയിൽ ഉൾപ്പെടുത്തി. ഡാർജിലിംഗിലെ ഹിമാലയൻ റെയിൽവേയെയും ഇതേപോലെ പട്ടികയിൽ പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഡാർജിലിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഊട്ടിയാണ് 2ാം സ്ഥാനത്തേക്ക് ഈ ഒരു പട്ടികയിലുള്ളത്. സമുദ്രനിരപ്പിൽ നിന്ന് 330 മീറ്റർ ഉയരത്തിലുള്ള മേട്ടുപ്പാളയത്തു നിന്ന് 46 കിലോമീറ്റർ അകലെ സമുദ്രനിരപ്പിൽ നിന്ന് 2200 മീറ്റർ ഉയരത്തിലുള്ള ഊട്ടിയിലേക്കാണ് തീവണ്ടി സഞ്ചരിക്കുന്നത്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. 330 മീറ്റർ ഉയരത്തിലുള്ള മേട്ടുപ്പാളയത്ത് നിന്ന് സമുദ്രനിരപ്പാണ് പറയുന്നത് കേട്ടോ. അതായത് കടലിൻ്റെ ആ ഒരു പൊസിഷനിൽ നിന്ന് 330 മീറ്റർ ഉയരത്തിൽ കിടക്കുന്ന മേട്ടുപ്പാളയം, അവിടെ നിന്നാണ് 2200 മീറ്ററിലേക്ക്, അത്രയും ഉയർച്ചയിലേക്ക് ഈ ഒരു ട്രെയിൻ കയറിപ്പോകുന്നത്. സ്വാഭാവികമായിട്ടും സാധ്യമല്ലാത്തൊരു സംഗതിയെ പണ്ട് കാലത്ത് വെള്ളക്കാർ സാധ്യമാക്കിയ ഒരു സംഗതി. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. നീലഗിരി ജില്ലയുടെ തലസ്ഥാനമായ ഊട്ടി ഉദകമണ്ഡലം എന്ന പേരിലും വളരെയേറെ പ്രശസ്തമാണല്ലോ. ഏറെക്കാലമായി ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയമായ ഒരു ഹണിമൂൺ ഡെസ്റ്റിനേഷനാണ് ഇവിടം. തീർച്ചയായിട്ടും ഹണിമൂണിന് പോകുന്ന കുറേയേറെ കപ്പിൾസിനെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ടോയ് ട്രെയിനിൽ ഒരിക്കലും ഒരു സീറ്റ് പോലും ഒഴിവുണ്ടാകാറില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ www.irctc.co.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് നമുക്ക് ഈ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓൺലൈനായിട്ട് മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പെത്തി റെയിൽവേ സ്റ്റേഷനിലെ ടിക്കറ്റ് കൗണ്ടറിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാം. പക്ഷേ പരിമിതമായിട്ട് മാത്രമേ നമുക്ക് ആ ഒരു ടിക്കറ്റിംഗ് സംവിധാനം നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. കാരണം അത്രയേറെ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പഴയ കാർഡ് ടിക്കറ്റുകളായിരിക്കും നമുക്ക് ഇതേപോലെ നമ്മൾ നേരിട്ട് ടിക്കറ്റ് എടുക്കുമ്പോൾ ലഭിക്കുക. ഓക്കെ, പിന്നെ ബുക്കിംഗ് വിൻഡോയിൽ ഒരാൾക്ക് 4 ടിക്കറ്റുകൾ കൂടുതൽ നൽകില്ല ഓൺലൈനിൽ എന്നുള്ളത് കൂടി ഓർക്കുക. എന്തായാലും മേട്ടുപ്പാളയത്ത് നിന്ന് ഉദകമണ്ഡലത്തിലേക്കുള്ള 56-136 നമ്പർ ടോയ് ട്രെയിൻ രാവിലെ 7:10 മേട്ടുപ്പാളയത്ത് നിന്ന് പുറപ്പെട്ട് 11:55 ഉദകമണ്ഡലത്തിലെത്തും. മടക്കയാത്രയിൽ ഉദകമണ്ഡലത്തിൽ നിന്ന് മേട്ടുപ്പാളയത്തേക്ക് 56-137 നമ്പർ ട്രെയിൻ ഊട്ടിയിൽ നിന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പുറപ്പെട്ട് വൈകുന്നേരം 5:30 മേട്ടുപ്പാളയത്ത് തിരിച്ചെത്തുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഈ തരത്തിലാണ് ഈ ഒരു ട്രെയിനിൻ്റെ സർവീസ് വരുന്നത്. വളരെയേറെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഊട്ടിയുടെ മനോഹാരിതകൾക്കുള്ളിലൂടെ വളരെ നല്ലൊരു കാഴ്ചാനുഭവമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ട്രെയിൻ യാത്ര